നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാല്, മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ചില എതിർപ്പുകൾ ഭാഗത്തുനിന്ന് വരുമെങ്കിലും നമ്മുടേതായിട്ടുള്ള സാന്നിധ്യവും വർക്കും അവിടെ പൊതുവേ അത് സ്വീകാര്യപ്പെടുന്നതും അംഗീകാരം കിട്ടുന്നതും ദൈവാധീനം കാണുന്നുണ്ട്. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. ഒന്ന് വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം സുഗമമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങളോ ശ്രമിച്ചാൽ വലിയ തടസ്സം കൂടാതെ നമുക്ക് അനുകൂലമായി കിട്ടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എക്സാം ടൈമിൽ ടെൻഷൻ, അസ്വസ്ഥത, എന്നെക്കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, കൺഫ്യൂഷൻ, ടെൻഷൻ ഇതൊക്കെ മാറും. അപ്പോൾ ആ എക്സാമിൽ ഏതെങ്കിലും ഒരു പേപ്പറോ വിഷയത്തിനോ കുറച്ച് പോരായ്മയോ പരിക്കുകളോ വരുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനും നമ്മളെ വിഷമിപ്പിക്കാം. പക്ഷെ അത് മറികടക്കാൻ പറ്റും. ശ്രീവിദ്യ രാജരാജേശ്വരി മന്ത്രം ജപിച്ച് സാരസ്വത അരിഷ്ടം 11-21 ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഇതെല്ലാം ഈശ്വരാധീനത്താൽ നമുക്ക് നല്ല എനർജി കിട്ടും, ശക്തി കിട്ടും, യാതൊരു സംശയം. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ഡീലിങ്സുകൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല വർക്കുകൾ സക്സസ്സായി നടത്തി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഏതൊരു പ്രസ്ഥാനത്തിനായിരുന്നാലും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാനും നിയമപരമായിട്ടുള്ള കുരുക്കുകൾ മാറി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, തിരിച്ചടവ് മറ്റു കാര്യങ്ങൾ മുടങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സാവകാശം കിട്ടാനുള്ള ഈശ്വരാധീനവും കാണുന്നുണ്ട്. ഇവിടെ ശിവഭഗവാന് 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഈശ്വരാധീനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി, ശക്തി പ്രദാനം ചെയ്യും. ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും 5 തിങ്കളാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ, മുക്കാൽ, മിഥുന രാശി. കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ല കോമ്പറ്റീഷൻസ് വരുമെങ്കിലും നമുക്കതിൽ സക്സസ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വ പ്രഭാവത്തിൽ സക്സസ് ആവാനുള്ള ദൈവാധീനം കാണുന്നത്. നിശ്ചയദാർഢ്യം, ഗുരുത്വം എന്നിവ നമുക്ക് കൈമുതലായിട്ടുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ ഭയം നമ്മളെ കീഴ്പ്പെടുത്താനും പാടില്ല, ടെൻഷൻ നമ്മളെ അസ്വസ്ഥരാക്കാനും പാടില്ല. കായികപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും മത്സരാർത്ഥികൾക്കും 1-2 ഓപ്പർച്യൂണിറ്റി സക്സസ് ആവാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ പ്രതിയോഗിയുടെ കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കണം. തോൽപ്പിക്കുക എന്നുള്ളതല്ല ഒരു ലക്ഷ്യം, വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടും രണ്ടർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ അർത്ഥതലത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരണമെങ്കിൽ സാക്ഷാൽ സിംഹ ആരൂഢ ഭാവത്തിൽ നിൽക്കുന്ന ദുർഗാ ഭഗവതിയുടെ ശക്തി നമ്മിലേക്ക് ആവാഹിക്കണമെന്നുള്ളതാണ്. ഇവിടെ രക്തപുഷ്പാഞ്ജലി 3 വെള്ളിയാഴ്ചയോ 3 ചൊവ്വാഴ്ചയോ അടുപ്പിച്ച് ചെയ്യുന്നത് ഈ വക കാര്യത്തിലേക്ക് ലക്ഷ്യമിട്ടിരിക്കുന്നവർക്ക് ഈശ്വരാധീനം തുണയാകാൻ വളരെ അനുഗ്രഹീതമാകും, യാതൊരു സംശയമില്ല. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ ഉള്ളത് ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാൻ അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം വേണം. അത് ന്യായമായിട്ടുള്ള രീതിയിൽ തീർന്ന് മുന്നോട്ട് പോകാൻ പറ്റും. പുണർദത്തിൽ, കാല്, പൂയം, ആയില്യം, കർക്കടക രാശി. ദൈവാധീനം അനുഗ്രഹീതമായിട്ടുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ശാപപാപ ബന്ധനങ്ങളുടെ
ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തെയോ നമ്മളെയോ ബാധിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആ ശാപവിമുക്തി നമുക്കുണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ അത് വളരെ പഴക്കമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഒരു കന്യാവിൻ്റെ കുഞ്ഞിൻ്റെ ഇതായിരിക്കാം. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ മുമ്പുണ്ടായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് എപ്പോഴായിരുന്നാലും നമുക്കത് ശാപമായിട്ട്, ദോഷമായിട്ട്, തടസ്സങ്ങളായിട്ട് ഓരോ കാര്യത്തിനുണ്ടാകും. കല്യാണ തടസ്സം, സന്താന ഭാഗ്യം, ജോലി കാര്യങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വിഘാതമായിട്ട് നിൽക്കും. അപ്പോൾ ഇതിനിവിടെ പിതൃശുദ്ധി എന്നുള്ള കർമ്മം തന്നെ ചെയ്യുക. ലക്ഷ്മീനാരായണ പൂജ ചെയ്ത്, തിലഹോമം ചെയ്ത്, ത്രിഭൂഷണത്തിൽ സമർപ്പണം ചെയ്ത്, ഉപചാര സമർപ്പണം വിഷ്ണുപാദത്തിൽ കൊടുത്ത് തൃപ്തി വരുത്തി പാൽപ്പായസം നിവേദ്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം, അതായത് നീറ്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം മെറിറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് കഠിനാധ്വാനം വേണം. ഇവിടെ മറ്റ് ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ദൃഷ്ടി വിളിദോഷം അല്ലെങ്കിൽ ശാപഭാവങ്ങൾ നമ്മളെ കുഴയ്ക്കാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. മുരുകസ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം. 3 വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകം ചെയ്ത് 3-ാമത്തെ വെള്ളിയാഴ്ച പായസ നിവേദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ നീറ്റ്, എൻട്രൻസ് തുടങ്ങിയുള്ള മേഖലയിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായിട്ടുള്ള ഈശ്വരാധീനം കിട്ടാൻ ഉചിതമായിട്ടുള്ള സമയമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വരാധീനം, കൃപാകടാക്ഷം, ദൈവാധീനം നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ, ലക്ഷണക്കേടുകൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട്. നിരന്തരം ചില്ലുടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതെയോ ജന്നലിൻ്റെയോ ഒക്കെ ഉടഞ്ഞ ചില്ലിരിക്കുന്നത് ഒരു മൂദേവി പോലെയാണ്. അത് മാറ്റിയിടണം. അത് നമ്മൾ ശ്രദ്ധിച്ച്, ആ ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ അത് നമ്മളെ ഗൃഹത്തിന് പുറത്ത്, സ്ഥാപനത്തിന് പുറത്ത് മാറ്റിയിടേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. അഗ്നിദോഷങ്ങൾ നിരന്തരം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുന്നിടത്തോ ഏതെങ്കിലും തരത്തിൽ അഗ്നിപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുക, ഇതിനു മുമ്പേ പല പല ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇനിയും തനിയാവർത്തനം വരാൻ പാടില്ല. അതോടൊപ്പം നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങൾ, സിംറ്റങ്ങളായിട്ട് നമ്മുടെ പെറ്റുകളെ, സ്നേഹിക്കുന്ന വളർത്തു മൃഗങ്ങളെ ബാധിച്ച് ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാവുക. പ്രാവായിരുന്നാലും പശുവായിരുന്നാലും പൂച്ചയായിരുന്നാലും നായയായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും അത് നമ്മളെ ബാധിക്കേണ്ടതാണ്. ആ തരത്തിൽ ചത്തുപോയിട്ടുള്ളത് കുറച്ച് വിഷമം ഉണ്ടാകുമെങ്കിലും ദുഃഖം ഉണ്ടാകുമെങ്കിലും താൽക്കാലികം തന്നെയാണ്. അത് നമ്മളെ ബാധിക്കുന്ന ദോഷങ്ങളായിരിക്കും. ആ തരത്തിൽ മറ്റൊരർത്ഥത്തിൽ അത് തട്ടിമാറിപ്പോണത് ഈശ്വരാധീനം കൊണ്ട്. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ഉപചാര സമർപ്പണ ക്രിയ പൂജ ചെയ്ത് കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് ഈ വക ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിനകത്ത് ഇനിയും ബാധിക്കാതിരിക്കുന്നുള്ള പ്രൊട്ടക്ഷന് കവചമാണ്, യാതൊരു സംശയമില്ല. അശ്വാരൂഢ കവചിത മന്ത്രം. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ വളരെ പ്രതിപാദിക്കേണ്ടത്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം, വിസിറ്റിംഗ് എടുത്തായിരുന്നാലും ജോബ് വിസയിലായിരുന്നാലും അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസി വഴിയായിരുന്നാലും ഫ്രണ്ട് വഴിയായിരുന്നാലും ബന്ധു വഴിയായിരുന്നാലും പോകുന്ന കാര്യം അനുകൂലമാകാൻ കുറച്ച് കാലതാമസം ഉണ്ടാകും. 2-2.5 മാസം പോകുന്ന കാര്യം മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നിന്നിട്ട് കൂടുതൽ പ്രയോജനമില്ല എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമാണ്. പോകുന്ന യാത്ര കൊണ്ട് ഗുണം, അനുകൂലം തന്നെയാണ്. വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നവർക്കും ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ചിലവ്, എങ്ങനെ അവിടെ നടന്നു പോകും. പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വക തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചോളം മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ അതിൽ വിജയം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തേടുന്നവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ വരുന്ന 3 മാസത്തിനകത്ത് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് അറേഞ്ച്മെൻറ്റ്സിലോ ഷഫ്ലിങ്ങിലോ നമുക്ക് ഗുണകരമായിട്ടുള്ള ചേഞ്ച് ഇപ്പം നിൽക്കുന്നിടത്തോ അല്ലെങ്കിൽ വേറെ മാറി
പോകാൻ താല്പര്യപ്പെടുന്നവർക്കോ അനുകൂലമാണ്. ജൂലൈ ആഗസ്റ്റ് മാസത്തോടു കൂടി അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് സമയോചിതമായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നതിനെ ബേസ് ചെയ്ത് നിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാസുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് ചെയ്യുകയോ ചെയ്താൽ ഒരു പരിധിവരെ അതിനുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം തുണയായി വരും. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. ഈശ്വരാധീനം വളരെ അനുഗ്രഹീതമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ പഠന സംബന്ധമായുള്ള കാര്യത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എക്സാം ടൈമിൽ ഓരോരോ തരത്തിലുള്ള ടെൻഷനും അസ്വസ്ഥതയും വരിക. ഏതെങ്കിലും ഒരു പേപ്പറിന് ബുദ്ധിമുട്ട്, അത് അരിയറായി പോവൂ എന്നുള്ള തോന്നൽ, കൺഫ്യൂഷൻസ് അത് മാറേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ വന്ന് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന പക്ഷെ ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. അതോടൊപ്പം ഇൻ്റർവ്യൂ നടന്നു, അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി, വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ആകുന്നില്ല. ഇവിടെയാണ് ഈ തടസ്സങ്ങളും ഈ ബന്ധനങ്ങളും അതോടൊപ്പം പ്രായണ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് സമയദോഷം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഈ തടസ്സങ്ങൾക്ക് പ്രധാനം വിഘ്നങ്ങൾ എന്ന് സങ്കല്പിക്കുന്ന സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. വിഘ്നേശ്വര ഭഗവാന് മഹാഗണപതിക്ക് 7 വ്യാഴാഴ്ച കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തി 7ാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം നടത്തുക. അഷ്ടദ്രവ്യ ഭാവത്തിൽ നിൽക്കുന്ന മഹാഗണപതിക്ക് അഗ്നിസ്വരൂപ സ്ഥാനത്ത് ഗണപതി ഹോമമായിട്ട് സങ്കല്പിച്ച് കൊടുക്കുക. മോദകം, അപ്പം, അട, ശർക്കര, കൊട്ടത്തേങ്ങ, കദളിപ്പഴം, കരിമ്പ് തുടങ്ങിയിട്ടുള്ള ഭഗവാൻ ഇഷ്ടപ്പെട്ട 8 ദ്രവ്യങ്ങളെ അഷ്ടദ്രവ്യങ്ങളെന്ന് പറയുന്നു. ഈ 8 മന്ത്രങ്ങളെ കൊണ്ട് ഹരിക്കുന്നതിനെ, ഹോമിക്കുന്നതിനെ, ഭഗവാന് സമർപ്പിക്കുന്നതിനെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അത് കൂട്ടുഗണപതി ഹോമമായിട്ട് ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ വിഘ്നങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം, സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. മുന്നോട്ട് പോകാനും വിജയിക്കാനും ദൈവാധീനം തുണയായിട്ട് വരും. വിശാഖത്തിക്കാലത്തിൽ കേട്ട വൃശ്ചിക രാശി. ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നിരന്തരം വരുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് പിള്ളേരായി, പക്ഷെ നമ്മുടേതായിട്ടുള്ള ഏജ് ഓവറായി വരുന്നു. എന്തേ നോക്കുന്നില്ലേ, എടുക്കുന്നില്ലേ എന്ന് നാട്ടുകാരുടെ ചോദ്യങ്ങൾ. ഇപ്പം നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല. ചെക്കൻ്റെ സ്വഭാവശുദ്ധി ഉണ്ടാകണം, ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം, സാമ്പത്തിക കാര്യങ്ങളുണ്ടാകണം എന്ന് പെണ്ണു വീട്ടുകാരുടെ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് അന്വേഷിച്ച് നോക്കും. പ്രായേണ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടി കൊള്ളാം, പക്ഷേ കാര്യങ്ങളെല്ലാം പഠിപ്പ് പോരാ, അതാണ് ഇതാണെന്നുള്ള പ്രശ്നം. ഇതിലെല്ലാം ഉപരി ജാതകപ്പൊരുത്ത ചേർച്ച, കല്യാണ ചേർച്ച. അപ്പം ഇങ്ങനെ ഓരോരോ കാരണങ്ങളിൽ തട്ടിപ്പോവുകയാണ്, നീണ്ടു പോവുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ആ സ്വഭാവശുദ്ധി, അടക്കവും ഒതുക്കവും ഉള്ളൊരു ബന്ധം നമ്മൾ താല്പര്യപ്പെടുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ടാകുന്നില്ല. ഇവിടെ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട്, പൂജാമുറിയിൽ വെച്ചിട്ട് 11 ചൊവ്വാഴ്ച മംഗല്യ ദീപം കത്തിക്കുക. നാരങ്ങ ദീപം, ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് കളഞ്ഞ് തോടിൽ തിരിയിട്ട് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക എന്നുള്ളത് മംഗല്യ ദീപം. അപ്പോൾ അത് ലക്ഷ്മി സ്വയംവര ചക്രത്തിൻ്റെ മുമ്പിൽ വെച്ചത് ചെയ്യുമ്പോൾ 3ാമത്തെ ദീപം കഴിയുമ്പോൾ തന്നെ പ്രപ്പോസൽ വരാനും എന്തായിരുന്നാലും നമുക്ക് നല്ലൊരു ബന്ധം നടക്കണം. അപ്പം ശരിയായിട്ടുള്ള ഒരു മരുമകനെ അല്ലെങ്കിൽ മരുമകളെ നമുക്ക് കിട്ടണം. അത് 7ാമത്തെ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഈശ്വരാധീനത്താൽ ഗുണകരമായിട്ട് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലക്ഷ്മി സ്വയംവര ചക്രം, നാരങ്ങാ ദീപം കത്തിക്കുക 11 ചൊവ്വാഴ്ച, യാതൊരു സംശയമില്ല, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. സന്താനഭാഗ്യത്തിൽ നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നവർ, 3 വർഷമായി 5 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചോളം ഭാഗ്യസൂക്ത ഹോമം ഗൃഹത്തിൽ ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി പഞ്ചരസ ഉപചാര സമർപ്പണം അഗ്നിയിൽ ഹോമിച്ച് അതിൻ്റെ സംഭാരം സേവിക്കുക. സംഭാരം എന്ന് പറഞ്ഞാൽ പ്രസാദം എന്ന് പറഞ്ഞാൽ അത് നെയ്യ്. സത്ത്, സവിത്ത്,
അമിത്ത് എന്ന് പറയുന്ന ഓരോരോ കാര്യങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ അത് സംവാദമാകും. അപ്പോൾ ആ സംവാദ ശുദ്ധിയോടുകൂടി വരുമ്പോഴത്തേക്ക് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഭാഗത്തുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായി വിശേഷം അറിയാൻ പറ്റും. ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ പീരിയഡ് സൈക്കിൾ കറക്റ്റ് ആവത്തിൻ്റെ ആയിരിക്കും, കൗണ്ടിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും. ട്രീറ്റ്മെൻറ്റ് വേണം. അതോടൊപ്പം തന്നെ ഈ ഈശ്വരാധീനം നമുക്ക് അനുകൂലമാക്കി. തീർച്ചയായിട്ടും അനുഗ്രഹീതമായിട്ടുള്ള സന്താന ഭാഗ്യ യോഗം നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാൻ തുണയാകാൻ ഈശ്വരാധീനം ഈ ഭാഗ്യസൂക്ത ഹോമം, സന്താന ഭാഗ്യസൂക്ത ഹോമത്തിന് അതിൻ്റെതായിട്ടുള്ള എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. മൂലം, പൂരാടം, ഉത്രാടത്തേക്കാൾ ധനുരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ്റെ ശുക്രൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. ഇവിടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് എടുത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയം, അതിൽ വിജയം അനുകൂലമായിട്ട് ഭവിക്കാനും അതിൽ നേട്ടം ഉണ്ടാക്കാനും പറ്റും. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധ വേണം. നിസ്സാരം നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി നഷ്ടവും ദുഃഖവും വരാനുള്ള സാഹചര്യം വരാൻ പാടില്ല. പ്രത്യേകിച്ച് വരുന്ന 3 മാസം വരെ, കർക്കിടക മാസം വരെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. സ്പീഡ് വേണ്ട എന്നുള്ളതും അതോടൊപ്പം എല്ലാ കാര്യത്തിലും എടുത്തുചാട്ടം വേണ്ട എന്നുള്ളതും നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു കുഞ്ഞിക്കാല് കാണാൻ സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ള സമയമാണ്. ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് പഞ്ചാഭിഷേകം ചെയ്യുന്നത് ഉചിതമാണ്. 5 വെള്ളിയാഴ്ച പാല്, ഇളംനീര്, പനിനീര്, തേന് അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ നല്ലെണ്ണ, ഇങ്ങനെ 5 ദ്രവ്യങ്ങൾ 5 വെള്ളിയാഴ്ച ഭഗവാൻ അഭിഷേകം ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് ഈശ്വരാധീനത്താൽ തുണയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഉത്രാടത്തിമുക്കൽ, തിരുവോണം, അവിട്ടത്തര മകരരാശി. ഭഗവതി കടാക്ഷം അനുഗ്രഹീയമായിട്ടുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മളെ വേട്ടയാടുന്നുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വീണ്ടും 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 നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രണ്ടാമത്തെ ബന്ധനദോഷം ഉണ്ടായ സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ വക ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ വീണ്ടും ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനോ പാടില്ല. അതിന് ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ട് സമയം. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ കുംഭരാശി. ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുറപ്പെട്ടാൽ ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും അനുകൂലമായിട്ട് നമുക്കെത്താൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ഗൃഹത്തിൻ്റെ കന്നിരാശിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വാസ്തുപൂജ ഗൃഹത്തിൽ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിച്ച് ആവക ദോഷങ്ങൾ നമ്മളെ കുടുംബത്തെ ബാധിച്ചിട്ട് ഒഴിവാക്കിയിടുക. വാസ്തുപൂജയും പഞ്ചശിരസും സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി മീനൻ രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമാണ്. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നമാണ്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. സ്വന്തം പൈസയും സ്വന്തം സമയവും ആരോഗ്യവും നോക്കാതെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടി ഓടുന്നു. വീട്ടിലെ കാര്യത്തിന് ഒരു ശ്രദ്ധയില്ല. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് വീട്ടിനകത്ത് പ്രശ്നങ്ങളും ടെൻഷനും വഴക്കുകളും.
എന്നാൽ ഇത് ശുദ്ധഗതിക്കാരെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിന് വൈകിയാൽ നഷ്ടം നമുക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പിള്ളേർക്കാണ്. ഇത് മനസ്സിലാക്കി പോകാൻ സാധിച്ചേ പറ്റൂ. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ, ഡീലിങ്സ് നടന്നെങ്കിൽ നമുക്കതുകൊണ്ടൊരു മെച്ചവും ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആ ബ്ലോക്ക് മാറി വസ്തു ഇടപാട് അനുകൂലമായിട്ട് നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നാലും ശരി തന്നെ, ബിസിനസ് മേഖലയിലായിരുന്നാലും ശരി തന്നെ ഉചിതമായിട്ടുള്ള സമയമാണ്. അതിനുവേണ്ടി ഇറങ്ങിയാൽ നിയമ പ്രശ്നങ്ങൾ മാറി നമുക്ക് കടലാസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവുകൾ നമുക്ക് അനുകൂലമാക്കി വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. ബാങ്ക് വായ്പ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പരിഹാരം, ഇതിനൊക്കെ ഇറങ്ങിയാൽ അത് വിജയിക്കാൻ സമയമാണ് എന്നുള്ളത് കാണുന്നു. പക്ഷേ ഒരു ഉത്തമ ലക്ഷ്യബോധമാണ്. ഇതിനു മുമ്പ് പലതും പകുതി വഴിയാക്കി ഇട്ടിട്ട് പോകുന്ന അവസ്ഥ ഇനി വരാൻ പാടില്ല. നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനുള്ള ഇവിടെ ലക്ഷ്മി സുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് പ്രചോദകമാകും. പ്രശാന്തിയോടുകൂടി പ്രശോഭിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തൽക്കാലം തീരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും